കനൈൻ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ മുകൾ വശത്തെ കനൈൻ കീഴ്ത്താടിയിലെ കനൈനുമായിട്ട് ഒക്ലൂഷനിൽ എങ്ങനെയാണ് കൂടിച്ചേരുന്നത് അഥവാ കോണ്ടാക്റ്റിൽ വരുന്നത് എന്നതാണ് കനൈൻ ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനം. കനൈൻ ക്ലാസിഫിക്കേഷൻ 3 തരത്തിലാണുള്ളത്: ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3. ഇതാണ് കനൈൻ. കനൈന്റെ മീസിയൽ ഇൻക്ലൈൻ അഥവാ മീസിയൽ സ്ലോപ്പ് ആണ് ഇത്. ഇതാണ് കനൈന്റെ ഡിസ്റ്റൽ സ്ലോപ്പ് അഥവാ ഡിസ്റ്റൽ ഇൻക്ലൈൻ. കനൈൻ ക്ലാസിഫിക്കേഷന്റെ ക്ലാസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകൾ വശത്തെ കനൈന്റെ മീസിയൽ വശം മീസിയൽ ഇൻക്ലൈൻ കീഴ്ത്താടിയിലെ കനൈന്റെ ഡിസ്റ്റൽ വശവുമായിട്ട് ഇൻക്ലൈനുമായിട്ട് കോണ്ടാക്ട് വരുന്നതാണ് കനൈൻ ക്ലാസിഫിക്കേഷൻ ക്ലാസ് 1. ഇനി പേഷ്യന്റെ വായിൽ എങ്ങനെയായിരിക്കും കനൈൻ ക്ലാസിഫിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. പല്ലുകൾ തമ്മിൽ കടിക്കുന്ന സമയത്ത് അഥവാ ഒക്ലൂഷൻ സമയത്ത് മുകൾ വശത്തെ കനൈന്റെ മീസിയൽ ഇൻക്ലൈൻ കീഴ്ത്താടിയിലെ കനൈന്റെ ഡിസ്റ്റൽ ഇൻക്ലൈനുമായിട്ടാണ് കോണ്ടാക്റ്റിൽ വന്നിരിക്കുന്നത്. ഇതാണ് കനൈൻ ക്ലാസിഫിക്കേഷൻ ക്ലാസ് 1. കനൈൻ ക്ലാസിഫിക്കേഷൻ ക്ലാസ് 2 എന്ന് പറഞ്ഞാൽ മുകൾ വശത്തെ കനൈന്റെ ഡിസ്റ്റൽ ഇൻക്ലൈൻ കീഴ്ത്താടിയിലെ കനൈന്റെ മീസിയൽ ഇൻക്ലൈനുമായിട്ടാണ് കോണ്ടാക്റ്റിൽ വരുന്നത്. കനൈൻ ക്ലാസിഫിക്കേഷൻ ക്ലാസ് 3 എന്ന് പറഞ്ഞാൽ മുകൾ വശത്തെ കനൈൻ ഒക്ലൂഷൻ സമയത്ത് കീഴ്ത്താടിയിലെ 1ഉം 2ഉം പ്രിമോളാറുകൾക്കിടയിൽ വരുന്നതാണ് കനൈൻ ക്ലാസിഫിക്കേഷൻ ക്ലാസ് 3.